നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. IVF മുഖേന വാടക ഗർഭപാത്രത്തിൽ ജനിച്ച 3 കുട്ടികളുടെ രക്ഷകർതൃ അവകാശം നിരസിച്ച് കുവൈത്ത് അപ്പീൽ കോടതി. പിതാവ് എന്ന അവകാശം സ്ഥാപിക്കാൻ കുവൈത്ത് സ്വദേശി നൽകിയ ഹർജിയാണ് അപ്പീൽ കോടതി ജഡ്ജി ഖാലിദ് അബ്ദുൽ അസീസ് അൽ വലീദ് തള്ളിയത്. ഗൾഫ് സ്വദേശിയായ ഭാര്യയ്ക്ക് ഗർഭധാരണം ഉണ്ടാകില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതിനാൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്തായിരുന്നു IVF നടത്തിയത്. സൗദി അറേബ്യയിലെ ജിസാൻ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന 60 ഇന്ത്യക്കാരിൽ 22 പേർ മലയാളികൾ. യമനിൽ നിന്ന് ലഹരി മരുന്നായ ഖാത്ത് എന്ന ലഹരി ഇല കടത്തിയതിനാണ് ഇവരിൽ ഭൂരിഭാഗവും ശിക്ഷ അനുഭവിക്കുന്നത്. ആകെ 60 ഇന്ത്യക്കാരാണ് ജിസാൻ സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. കഞ്ചാവ് കടത്തിയ കേസിൽ നാട്ടിൽ നിന്നും മുങ്ങിയ പ്രതിയെ ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയതിന് പിന്നാലെ പിടികൂടി. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയായ രാഹുൽ കൃഷ്ണയാണ് 10 ദിവസത്തോളം നീണ്ട അന്വേഷണത്തിൽ എക്സൈസ് സംഘം ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഗൾഫിലെത്തിയ പ്രതി 2 വർഷമായി ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ചികിത്സയിലായിരുന്ന മലയാളി യുവതി കുവൈത്തിൽ മരിച്ചു. കുവൈത്തിൽ ബിസിനസ്സുകാരനായ അയനിക്കാട് സ്വദേശി ഹൻഷാസ് മഫാസിന്റെ ഭാര്യ കോഴിക്കോട് മൂടാടി പാലക്കുളം സ്വദേശി സഫീന ഹൻഷാസാണ് മരിച്ചത്. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസത്തോളമായി ജാബിർ അഹമ്മദ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സൗദിയിൽ നിന്നുള്ള റീ എൻട്രി കാലാവധി ദീർഘിപ്പിക്കാനുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. അവധിയിൽ നാട്ടിൽ പോയവർക്ക് റീ എൻട്രിയുടെ കാലാവധി ദീർഘിപ്പിക്കണമെങ്കിൽ ഇനി മുതൽ ഇരട്ടി ഫീസ് നൽകേണ്ടി വരും. 1 മാസത്തേക്ക് 100 റിയാലായിരുന്നു നിരക്ക്. ഇതാണിപ്പോൾ ഇരട്ടിയായത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ അസോസിയേഷൻ നടത്തുന്ന മെഗാ വൈദ്യ പരിശോധന ക്യാമ്പ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായ നാളെ നടക്കും. അസോസിയേഷൻ അങ്കണത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, EHS, കേരള ഫാർമസിസ്റ്റ് കൗൺസിൽ എന്നിവ സഹകരിക്കും. സൗദി അറേബ്യയുടെ ദേശീയഗാനം പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞനും ഓസ്കാർ പുരസ്കാര ജേതാവുമായ ഹാൻസ് സിമ്മറുമായി സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് ചർച്ചകൾ നടത്തി. പുതുമയാർന്ന വ്യാഖ്യാനം നൽകി ദേശീയഗാനം കൂടുതൽ ആകർഷണീയമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് പുതിയ താളവും ഈണവും നൽകിയാണ് ദേശീയഗാനം കൂടുതൽ മനോഹരമാക്കുന്നത്. കുവൈറ്റിലെ അബാസിയിൽ പ്രവർത്തിക്കുന്ന കാംബ്രിഡ്ജ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് CBSE സിലബസ് എടുത്തു മാറ്റാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. സ്കൂൾ പാഠ്യപദ്ധതി വിപുലീകരണത്തിന്റെ ഭാഗമായി അമേരിക്കൻ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. പ്രവാസി മലയാളിയുടെ കമ്പനിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി മലയാളികളായ അക്കൗണ്ടന്റുമാർ. ഏകദേശം 1,30,000-ലധികം ദിനാറിന്റെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് കണ്ടെത്തിയത്. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും മറ്റേയാൾ രാജ്യം വിട്ടതായിട്ടുമാണ് വിവരം. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റീൽ ആൻഡ് ഫാബ്രിക്കേഷൻ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ 2017 മുതൽ ജോലി ചെയ്തു വരുന്നവരായിരുന്നു പ്രതികൾ. ബസ്സുകളിൽ ഉൾപ്പെടെ പൊതുയാത്രാ സംവിധാനങ്ങളിലെ ടിക്കറ്റിലെ യാത്രക്കാരെ പിടിക്കാൻ RTA പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചു. ബാലൻസ് ഇല്ലാത്ത കാർഡ് ഉപയോഗിച്ച് ബസ്സിൽ യാത്ര ചെയ്യുക, നോൾ കാർഡ് പോലും ഇല്ലാതെ യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് നടപടി. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.